ഒരു കുട്ടിയുടെ കരിയർ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഒരു പാരൻസിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അവർ ഈ ഒരു ബ്രെയിൻ മാപ്പിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏതാണ് അവരുടെ ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്നാണ്. റിനുവിൻ്റെ ഒരു അഡ്വൈസ് അനുസരിച്ച് നമ്മൾ സ്കൂളുകളിൽ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതല്ലേ? വളരെ അത്യാവശ്യമാണ്. അല്ലേ? ഞങ്ങളിവിടെ 2-3 സ്കൂൾസിൽ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് മാത്രമായിട്ടല്ല, ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് അതിൻ്റെ കൗൺസിലിംഗ് ഉണ്ടാവും. അത് കൂടാണ്ട് പാരൻസിനൊരു സെഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. ഇപ്പോൾ ADHD ഉള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഇവരെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ബുദ്ധിമുട്ടുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, പാരൻസ് ഉണ്ടാവും. പല രീതിയിലുള്ള പേഴ്സണാലിറ്റി ഉള്ള കുട്ടികളാണ് അല്ലേ? അപ്പോൾ ഈ പാരൻസിന് അവരുടെ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു സെഷൻ കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ടീച്ചേഴ്സിന് കൊടുക്കും. ഇത് കൂടാതെ കുട്ടികൾക്കും കൊടുക്കും. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു പാക്കേജ് ആയിട്ട് സ്കൂൾസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കുട്ടിയുടെയും ഇഷ്യൂസും ഡീൽ ചെയ്യാൻ പാകത്തിനുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മളത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ എഫക്റ്റീവാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൂട്ടത്തിൽ ഒരു കുസൃതിക്കാരനുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു ബ്രെയിൻ മാപ്പിങ്ങിൻ്റെ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവൻ ഏത് സ്വഭാവക്കാരനാണ്, അവൻ ഏത് രൂപത്തിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും എന്നർത്ഥം. മനസ്സിലാവും അല്ലേ? അങ്ങനെ നമ്മൾ സ്കൂളുകളുമായിട്ട് അസോസിയേറ്റ് പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്.